ഇനി നമുക്ക് കരിക്ക് കൊണ്ട് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പൊ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. കരിക്കിന്ന് 1 കപ്പ് കരിക്കിൻ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഒരു കരിക്കിന്റെ മുഴുവനായിട്ടുള്ള വെള്ളം ആവശ്യമില്ല. ഞാനിവിടെ മെഷർമെന്റ് കപ്പിലാണ് എടുത്തേക്കുന്നത് 1 കപ്പ് കരിക്കും വെള്ളം. പിന്നെ വേണ്ടത് കരിക്കാണ്. കരിക്ക് ഒരെണ്ണത്തിന്റെ മുഴുവനായിട്ട് വേണം. അതിനകത്തുനിന്ന് പകുതി കരിക്ക് ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കരിക്കും പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണ 1 കപ്പ് കരിക്കും വെള്ളവും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് ഞാനിവിടെ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് ആ തേങ്ങയിലേക്ക് 1.25 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മെഷർമെന്റ് കപ്പിൽ എടുക്കണം 1.25 കപ്പ്. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഞാനിവിടെ ഒരു 7 ഔൺസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ടിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ഔൺസ് ആണ്. അപ്പൊ ഇതിന്റെ പകുതിയാണ് ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് എടുത്തേക്കുന്നത്. ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെലാറ്റിനും വേണം. ജെലാറ്റിൻ ഒരു 4 ടീസ്പൂൺ വേണം. ഈ ജെലാറ്റിൻ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 10 ടേബിൾ സ്പൂൺ വെള്ളവും വേണം. വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ജെലാറ്റിനോടും ചേർത്തിട്ട് ജെലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പുഡിംഗ് ആക്കാന്ന്. ഇനി നമുക്ക് കരിക്കിന്റെ വെള്ളവും പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കണ ആ പകുതി കരിക്കും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് 1 കപ്പ് കരിക്കിന്റെ വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1 കരിക്കിന്റെ പകുതിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പം കരിക്കിന്റെ വെള്ളവും കരിക്കും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി നമുക്ക് ജെലാറ്റിൻ മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ജെലാറ്റിൻ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ജെലാറ്റിൻ ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കരിക്കും വെള്ളവും കൂടിയിട്ട് അരച്ച് വെച്ചേക്കണതിലേക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ഈ പുഡിങ്ങിലേക്ക് തേങ്ങാപ്പാൽ ഒന്നും ചൂടാക്കുന്നില്ല. തേങ്ങാപ്പാലൊക്കെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് നമുക്ക് 7 ഔൺസ് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ജെലാറ്റിൻ ചേർക്കാം. ഞാനിവിടെ ആ ബാക്കിയുള്ള പകുതി കരിക്ക് ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കണ്ടൻസ് മിൽക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പം കണ്ടൻസ് മിൽക്കും ജെലാറ്റിനൊക്കെയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബൗളിലേക്ക് ഇത് പകർത്തിയിട്ട് ഫ്രിഡ്ജിൽ വേണം സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കരുത്. ഇത് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും എടുക്കും. 6 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് നല്ല കട്ടയായിട്ട് വരും. ഇതിലേക്ക് നിങ്ങൾ ആ കരിക്ക് എടുക്കുമ്പോൾ ആ കരിക്കിൻ്റെ പുറത്ത് കറുത്ത സാധനം മാറ്റിക്കളയണം. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോഴും തേങ്ങ കൊത്തിയിട്ടാണ് പാലെടുക്കണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങയുടെ പുറത്ത് അത് മാറ്റിക്കളയാം. അങ്ങനെ നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടും. ഇത് നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കരുത്. ഇപ്പോൾ കോക്കനട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പോടുകൂടി കഴിക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണത്.